അപ്പൊ നമ്മൾ ചിലപ്പോ നമ്മളെ അബദ്ധ സമയങ്ങളിൽ, നമ്മളൊക്കെ സാധാരണ ഒരു പ്രയോഗമുണ്ട്, ദുർബല നിമിഷങ്ങൾ എന്നൊക്കെ പറയലുണ്ട്. അങ്ങനെ ഒരുപാട് പാപങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് വന്നിരിക്കാം, തെറ്റുകൾ ഒരുപാട് സംഭവിച്ചിരിക്കാം. പക്ഷെ അവർക്കൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങാനും ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് വരാൻ മാത്രം വിശാലമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. അല്ലെ? ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? നമ്മൾ പഴയ കാലത്ത് നമ്മളെ കുട്ടീനെ അങ്ങനെ തൊട്ടിയിലാട്ടൂലേ? ആട്ടുന്ന സമയത്ത് ഈ കുട്ടി കരച്ചിൽ നിർത്തുന്നില്ലെങ്കിൽ നമ്മൾ എന്തു പറയും? തന്തപ്പാപ്പ് വരും, അല്ലെങ്കിൽ കുട്ടികളെ പുറത്തക്കാർ വരും എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടീനെ പേടിപ്പിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൊള്ളേണ്ട എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പേടിപ്പിച്ചു. അപ്പൊ ഈ കുട്ടി കരയാതെ അങ്ങനെ ഉറങ്ങും, പേടിച്ചിട്ട് കരഞ്ഞുറങ്ങും. എന്നാ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഓരോ ഉമ്മമാരും കുട്ടിനെ തൊട്ടിയിൽ ഇങ്ങനെ ആട്ടുന്ന സമയത്ത് കുട്ടിയോട് പറയും, ഉമർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉമർ എന്ന് പറയുന്നത് ഭീകര ജീവിയായി കണ്ടിരുന്നു പഴയ കാലത്ത്. ആ ഉമറാണ് പിന്നെ എന്ത് ചെയ്തത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. അത്രയും ഉത്തമ സ്വഭാവത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം ഉയർത്താൻ കാരണം അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖും റഹ്മത്തുമാണ്.